സെക്കൻഡും ബില്ലുകളിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും കേരളം ആവശ്യപ്പെടും. നേരത്തെ കേരളം ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. ഇതോടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചനുസരിച്ച് ഹർജി ഭേദഗതി ചെയ്യുകയായിരുന്നു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അത്തരമൊരു നടപടി രാഷ്ട്രപതിക്ക് അയക്കാനുള്ള ഗവർണറുടെ വിവേചന അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും അപ്പോൾ സുപ്രീം കോടതിയിൽ പോയ സാഹചര്യത്തിൽ അതങ്ങനെ അയച്ചത് ശരിയായില്ല എന്ന നിലപാടിലാണല്ലോ സംസ്ഥാന സർക്കാർ. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങൾ? SKN, ഇത് കഴിഞ്ഞ മാസമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. 8 ബില്ലുകളുടെ പരിഗണനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചത്. ഈ 8 ബില്ലുകളിൽ 2 വർഷം മുതൽ 7 മാസം വരെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. ഇത് ഗവർണർ പദവി അഥവാ ഗവർണറിന് ഭരണഘടന നിർദ്ദേശിക്കുന്ന താല്പര്യം അതിനെതിരാണ് എന്നുള്ളതാണ്. ഏറ്റവും സാധ്യമാകുന്ന വേഗതയിൽ ഈ ബില്ലുകളിൽ തീരുമാനം എടുക്കണമെന്നാണ് ഭരണഘടനയുടെ താല്പര്യം. അത് ഗവർണർ പാലിച്ചില്ല എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള KK വേണുഗോപാലാണ്, മുൻ അറ്റോർണി ജനറലാണ്, കേരളത്തെ പ്രതിനിധീകരിച്ച് ഹാജരായത്. അന്ന് ഈ ഹർജി പരിഗണിക്കാനായിട്ട് തീരുമാനിച്ച ദിവസത്തിന് ഒരു ദിവസം മുമ്പ് 7 ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ അനുകൂല സമീപനം സ്വീകരിക്കാതിരിക്കുകയും ഒരു ബില്ല് അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ ഈ വിഷയം പരിഗണിച്ച സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ബില്ല് അയച്ച സാഹചര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല, എന്നാൽ മേലിൽ സമയബന്ധിതമായി കാര്യങ്ങൾ പോകുന്നതിന് ആവശ്യമായി ഒരു മാർഗരേഖ പുറപ്പെടുവിക്കാൻ തയ്യാറാണെന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത്. ആ മാർഗരേഖ പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി ഭേദഗതി ചെയ്യാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹർജി ഭേദഗതി ചെയ്ത് നൽകിയിരിക്കുന്നത്. ഗവർണറുടെ ഓഫീസിനും ഒപ്പം കേന്ദ്ര സർക്കാരിനുമായിരുന്നു അന്ന് നോട്ടീസ് അയച്ചത്. ഗവർണർ ഈ കേസിൽ കക്ഷിയാണെങ്കിലും സുപ്രീം കോടതിയെ സംബന്ധിച്ച് അന്നും ഇന്നും സുപ്രീം കോടതി ഗവർണർക്ക് നോട്ടീസ് അയച്ചിട്ടില്ല, മറിച്ച് ഗവർണറുടെ ഓഫീസിനും കേന്ദ്ര സർക്കാരിനുമാണ് നോട്ടീസ് അയച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളം ഈ ഹർജി ഭേദഗതി ചെയ്ത് സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം സുപ്രീം കോടതി അവധി കഴിഞ്ഞ് പുനരാരംഭിക്കുകയാണ്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് വ്യക്തമാക്കും. അന്ന് സോളിസിറ്റർ ജനറലാണ് ഈ സുപ്രീം കോടതിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ അവധിക്ക് ഹാജരായത്. സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കുന്നതിൽ ഒരു വൈകലും ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയമായിട്ടുള്ള ചില വിഷയങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം എന്നാണ് സോളിസിറ്റർ ജനറൽ അന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. ഓക്കെ, താങ്ക് യു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.